ഇന്ന് കൂടുതൽ നിയമ നടപടിയിലേക്ക് കുടുംബം കടക്കാൻ ഒരുങ്ങിയാണല്ലേ? ഒരുങ്ങാണ്. ശ്രീലത എന്ന് പറയുന്ന അധ്യാപകയാണ് ലാസ്റ്റ് അവനെ ടോർച്ചർ ചെയ്യുന്നതാണ് എൻ്റെ മോള് പറയണത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ശ്രീലത, പിന്നെ അത് കഴിഞ്ഞിട്ട് വാർഡൻ കമല്, അയാളും കൂടെ ചേർന്നാണ് അവനെ സിക്ക് റൂമിൽ മാനസിക വിഭ്രാന്തിയുള്ള അവർ താമസിക്കുന്ന ആ റൂമിൽ അവനായിട്ട് അടച്ചത്. ഞങ്ങളതിനെ ചോദ്യം ചെയ്തിട്ട് അവർ യാതൊരു സൗണ്ട് വരണില്ല. 2 ദിവസം കൊണ്ട് സൗണ്ട് എല്ലാം പോയി. എൻ്റെ മോൻ പോയില്ല. അവർക്ക് ഇത്ര വാശി എന്തിനെന്നോ. 1.5 മാസം റാഗിയത് റൂമിൽ അടച്ചിട്ടും ഇപ്പോഴത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. 1.5 മാസം വീട്ടിൽ ഇരുന്നിട്ട് പോയ പയ്യ എത്രയും മാർക്ക് അങ്ങനെ വാങ്ങിക്കുന്നത് എന്താണ് അവരെ ചോദ്യം? അങ്ങനെ എൻ്റെ മോനെ എല്ലാവരും കൂടെ കൊന്നതല്ലേ? ഇത് നീതി, എന്ത് നീതി അവർ കൊടുക്കും? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി. ഞങ്ങളെ നോക്കാം. കഴിഞ്ഞ ദിവസം ലോൺ ആപ്പുകൾ അവ എടുത്തിട്ട് അവ അടയ്ക്കും. കാരണം അത് നമ്മളെന്ന് പൈസ വാങ്ങിച്ചല്ലേ അടയ്ക്കുന്നത്. അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കോളേജിൽ ഞങ്ങളോട് പറയാമല്ലോ. രക്ഷകർത്താവ് ഞങ്ങളാണല്ലോ. പേരൻസിൻ്റെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ കാര്യം. ഉപയോഗിച്ചിരുന്നു. ലോൺ ആപ്പിൽ നിന്ന് നിരന്തര സന്ദേശം ഭീഷണിയൊക്കെ അധ്യാപികയ്ക്കുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാതെ വീഴ്ച വന്നിട്ടുണ്ട്. അഥവാ അങ്ങനെ അധ്യാപികയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുകളെല്ലാം അവരെല്ലാവരും കയ്യിലുണ്ടല്ലോ. മരിച്ചപ്പോഴും അവർ ഞങ്ങളെ വിളിച്ചല്ലോ. പിന്നെ അതിനു മുമ്പ് എന്ത് വിളിക്കാത്ത? ഞങ്ങളെ വിളിച്ച് ടോർച്ചർ ചെയ്തത്. നിങ്ങളെ മോൻ്റെ പേരിൽ ഒരു ആപ്പിൻ്റെ പേരിൽ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ഒരു കോൾ എനിക്ക് വന്നിട്ടില്ലല്ലോ. ഒരു കോൾ. എൻ്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം. പറഞ്ഞു അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ അതിൻ്റെ ആവശ്യത്തിനാണ് അവ എടുത്തത്. അവ അല്ലാത്ത പയ്യനല്ല. 1.5 മാസം SCT വട്ടപ്പാറ ആശുപത്രിയിലും മെഡിക്കൽ കോളേജായ എൻ്റെ ഭാര്യ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എടുത്തേക്കും. അല്ലാതെ പൈസ അടച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ പൈസ എപ്പോഴും ഞങ്ങൾ ആശുപത്രിയിലാവുകൊണ്ടേ എനിക്കും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് മുടങ്ങിപ്പോയി. അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഉള്ളവരൊന്നും അല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ എന്നോട് വിളിച്ച് പറയണ്ട. ഞാൻ അടയ്ക്കുള്ളൂ എവിടെ നിന്ന് പറഞ്ഞായിരുന്നാലും. എൻ്റെ മോൻ്റെ ജീവൻ ബലി കൊടുക്കൂലല്ലോ. ഇല്ല, ഒരു പഴുതും കൊടുക്കല്ലോ അവർക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.